ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യണം, പിന്നീട് കമൻസൊക്കെ ഇടണം, ലൈക്ക് അടിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഗൈസ്, നമുക്ക് നമ്മുടെ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നതിനായി ഞാൻ ഏകദേശം 1 കിലോയോളം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള പീസുകളാണ് ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റോളം ചിക്കനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം ഗൈസ്, നമ്മുടെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിനായി ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നീട് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഇഞ്ചി വട്ടത്തിലരിഞ്ഞത്, ഇത്രയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ പൊടി അരച്ചെടുത്തതിലിട്ട് ഏകദേശം ഒരു 15 വെളുത്തുള്ളി അല്ലിയോളം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഗൈസ്, നമ്മുടെ കറി വയ്ക്കുന്നതിലോട്ട് ഞാൻ പോവുകയാണ്. അതിനായിട്ട് പാൻ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഏകദേശം 3/4 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഏകദേശം 4 ഗ്രാമ്പു, 3 ഏലക്കായ, കുറച്ച് പട്ട ഇവ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് അപ്പോൾ നമ്മുടെ സ്റ്റവ് നമ്മൾ വെക്കേണ്ടത്. ഏകദേശം 2 മിനിറ്റോളം ആവുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് 3 സവാള നീളത്തിനരിഞ്ഞത്, മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ്, അത് നീളത്തിലരിഞ്ഞത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് സവാള മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് എടുക്കേണ്ടതാണ്. സവാളയുടെ നിറം ഒന്ന് മാറി വരുന്നതുവരെ നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ സവാള വേവിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ സവാള ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ വഴറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ കളറ് മാറി വരും, നിറം മാറി വരുമ്പോഴത്തേക്ക് അതിന് മുന്നോടിയായിട്ട് നമ്മൾ 2 വറ്റൽമുളക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നിറം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ മുന്തിരിങ്ങ ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു അസാധ്യ ടേസ്റ്റ് ആയിരിക്കും പിന്നെ കിട്ടുക. നമ്മുടെ ചിക്കൻ പെരട്ട് വളരെ ടേസ്റ്റി ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിലോട്ട് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്തിട്ട് അല്പം ഒന്ന് വഴറ്റിയ ശേഷം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മളെ മസാല ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ഇതൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം.
ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ സ്റ്റവ് ഓപ്പൺ ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ തീ കൂട്ടി വയ്ക്കുവാണെങ്കിൽ അത് നമ്മുടെ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 2 മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം 2 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലയും കൂടെ ചേർത്ത സവാളയും ഇതൊക്കെയാണ്. അത് നമ്മളൊന്ന് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ പീസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മസാലയായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം നമ്മൾ ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ നന്നായിട്ട് വേകുന്നതിനായിട്ടാണ്. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ട്, എന്നിരുന്നാലും നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. പിന്നീട് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നത് കാരണം നമ്മുടെ ചിക്കൻ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അതേസമയം നമ്മൾ പച്ച വെള്ളമൊക്കെ ഒഴിക്കുന്നതെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റ് പോകാനായിട്ട് സാധ്യതയുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരിക്കൽ കൂടെ നമ്മളൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു മുളക് കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ടൊരു 15 മിനിറ്റത്തേക്ക് ഇതിനെ വേകാനായിട്ട് അനുവദിക്കാം. അടച്ച് വേകാനായിട്ട് അനുവദിക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് അടുപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പം ഗൈസ്, നമ്മുടെ കറി ഏതാണ്ട് 15 മിനിറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടാം. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണമെന്നില്ല, ഞാനിടുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒഴിവാക്കണമെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട ശേഷം ഒരിക്കൽ കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് വേകാനായിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം 15 മിനിറ്റ് ആവാറായപ്പോഴേക്കും ഞാൻ കുരുമുളക് പൊടി ഇട്ടായിരുന്നു ഇതിലേക്ക്. പിന്നീട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പം തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഏതാണ്ട് പാകമായി കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് ചെയ്യേണ്ടത്, തക്കാളി ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാനൊരല്പം നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നാരങ്ങാനീര് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് മല്ലിയില ഇടുകയാണ്. മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ച് ഒരിക്കൽ കൂടി വേവിക്കാവുന്നതാണ്. പിന്നെ ഇതിനെ ഗ്രേവി അപ്പോഴത്തേക്കും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആവത്തുള്ളൂ. അപ്പം ഗൈസ്, നമ്മുടെ കറി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ചിക്കൻ പെരട്ട് അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും, അപ്പം ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ടാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണിത്, ചിക്കൻ പെരട്ട്. ഇത് നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടയ്ക്കൊക്കെ ഒപ്പം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പിന്നീട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അശ്വതീസ് ഡ്രീം വിത്ത് നിധി ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, പിന്നീട് കമൻസൊക്കെ ഇടണം. നിങ്ങൾ ഇതിനേക്കാളും നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പിന്നെ അടുത്ത ദിവസം മറ്റൊരു മനോഹരമായൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ടു ആൾ. സീ യു അഗൈൻ.